കഴിക്കേണ്ടത്. ഇത്തിരിയും ഉള്ളിയും ഇത്തിരി ക്യാരറ്റും കക്കിരിയും ഒക്കെ മുറിച്ചിട്ടിട്ട് ചെറുനാരങ്ങൊക്കെ പിഴിഞ്ഞ് അതിനൊന്ന് രുചിപ്പെടുത്തി എല്ലാ ഭക്ഷണത്തിന് മുമ്പ് അല്പം കഴിക്കാൻ പറ്റുമെങ്കിൽ കൊളസ്ട്രോളിന്റെ ഒന്നും കംപ്ലൈന്റ് ഉണ്ടാവില്ല. നമ്മൾ അതിലും തെറ്റായ ശൈലിയാണ് ഉപയോഗിക്കുന്നത്. എല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിക്കുക. വെന്തതും വേവാത്തതും ഒന്നിച്ച് പാടില്ല. പുളിയുള്ളതും മധുരമുള്ളതും ഒന്നിച്ച് പാടില്ല. പഴങ്ങൾ ഭക്ഷണത്തിന് മുമ്പേ കഴിക്കുന്ന ശീലം നമ്മൾ നടപ്പിൽ വരുത്തണം. പഴവർഗ്ഗങ്ങൾ ഭക്ഷണത്തിന് മുമ്പേ കഴിക്കണം. വേവാത്ത ഭക്ഷണം വെന്ത ഭക്ഷണത്തിന് മുമ്പേ കഴിക്കണം. ഇതൊക്കെയാണ് സുന്നത്ത്. ഞാൻ പറയുന്നത് സുന്നത്തായ കാര്യങ്ങളാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഒരു തവണ മിനാ കുന്നിന്റെ മുകളിൽ ഹജ്ജിന് വേണ്ടി ഒരുമിച്ച് കൂടിയപ്പോൾ നേരത്തെ പറഞ്ഞ മഹാനായ ഏഴുമല തങ്ങൾ പറഞ്ഞു, നീ കുറച്ച് എന്തെങ്കിലും വയത് പറയുന്നത്. ഞാൻ പോയിട്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ അദ്ദേഹത്തിന് വലിയ സന്തോഷമായി. ഇതെല്ലാം പറഞ്ഞത് മൂപ്പർ പറഞ്ഞ എന്റെ പിതാവ് എഴുതിയൊരു കിതാബുണ്ട്, ആദാബുൽ അക്കിൽ. ആ കിതാബിന്റെ പേര് മൂപ്പർ പറയണം, ഏഴുമല തങ്ങൾ പറയാണ്, എന്റെ പിതാവ് എഴുതിയൊരു കിതാബുണ്ട്, ആദാബുൽ അക്കിൽ. ഇതൊക്കെ പൂർവികരായ ആളുകൾ പറയുകയും പറഞ്ഞു കൊടുക്കുകയും ചെയ്തിരുന്നു. ഇന്ന് ജനങ്ങൾക്ക് ഈ കാര്യത്തിൽ ഒന്ന് ഒരുപ്പെടുത്തി എന്തും തിന്നാം, എങ്ങനെയും തിന്നാം എന്നുള്ളിടത്തെത്തി. അങ്ങനെ നിത്യരോഗിയായി രോഗത്തിന്റെ ദുരിതത്തിലായി ഭക്ഷണം കഴിച്ച് രോഗിയായി മരുന്ന് കുടിച്ച് രോഗത്തിന്റെ വർധനമുണ്ടാക്കി ഇടങ്ങേറാവാണ് മനുഷ്യന്മാർ. ഞാൻ പറഞ്ഞ പ്രയോഗം മനസ്സിലായോ? ഭക്ഷണം കഴിച്ച് രോഗിയായി മരുന്ന് കുടിച്ച് രോഗം വർദ്ധിപ്പിച്ചു. ഇതാണ് ജനങ്ങളുടെ അവസ്ഥ. ഈ ദുരിതത്തിന് അവസാനം വരണമെങ്കിൽ, ഈ ദുരിതത്തിന് പ്രയാസത്തിന് അവസാനം വരണമെങ്കിൽ ഖുർആന്റെ ഹദീസിന്റെ സയൻസുകൾ, ഖുർആന്റെയും ഹദീസിന്റെയും ശാസ്ത്ര വീക്ഷണങ്ങൾ ജനങ്ങൾക്കിടയിൽ വ്യാപകമാകണം. അള്ളാഹു അതിന് തൗഫീക്ക് നൽകട്ടെ. ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേക്കണം. രാത്രി നേരത്തെ ഭക്ഷണം കഴിക്കുന്ന ശീലം നിങ്ങളിൽ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. രാത്രി നേരത്തെ ഭക്ഷണം കഴിക്കുന്ന ശീലം ഉണ്ടാക്കണം. ഞാൻ നേരത്തെ പറഞ്ഞു, എപ്പോഴാ ഭക്ഷണം കഴിക്കേണ്ടതെന്ന് വെച്ചാൽ വിശക്കുമ്പോഴാണ് ഭക്ഷണം കഴിക്കേണ്ടത്. അപ്പൊ രാവിലെ എന്തായാലും എല്ലാവർക്കും വിശപ്പുണ്ടാവും, മഗ്രിബിന്റെ സമയത്തും എല്ലാവർക്കും വിശപ്പുണ്ടാവും. പ്രകൃതിപരമായി എല്ലാവർക്കും വിശപ്പ് വരാൻ സാധ്യതയുള്ള രണ്ട് സമയത്താണ്. ഒന്ന് സുബഹ് കഴിഞ്ഞ ഉടനെ, മറ്റൊന്ന് മഗ്രിബിന്റെ ഉടനെ. ഈ രണ്ട് സമയത്ത് ഭക്ഷണം പ്രത്യേകം എടുത്തു പറഞ്ഞു. ഫുത്തൂർ അശ, പ്രഭാത ഭക്ഷണം, രാത്രി ഭക്ഷണം. അപ്പൊ മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ് നിങ്ങൾ എല്ലാവരും രാത്രി ഭക്ഷണം കഴിക്കാൻ ഉള്ള ഒരു സൗകര്യം ഉണ്ടാക്കുക. പ്രത്യേകിച്ച് സ്ത്രീകൾക്കത് കഴിയും, സഹോദരിമാർക്കത് കഴിയും. ഭക്ഷണം കഴിച്ചാൽ 3 മണിക്കൂറെങ്കിലും ഉറങ്ങാൻ പാടില്ല. നമ്മൾ ഈ 10 മണിക്ക് ഭക്ഷണം കഴിച്ചാൽ പിന്നെ എപ്പോഴാ ഉറങ്ങാം? 1 മണിക്കോ? ഭക്ഷണം കഴിച്ചാൽ 3 മണിക്കൂർ നേരം ശരീരത്തിന് ഉറക്കം പാടില്ല എന്നാണ് ശാസ്ത്രം. കാരണം ഭക്ഷണം കഴിച്ച സമയത്ത് രക്തത്തിന് ഭക്ഷണത്തിന്റെ ദഹനത്തിലാണ് ശ്രദ്ധിക്കാൻ കഴിയുന്നത്. ഇനി ഒരാൾ ഭക്ഷണം കഴിച്ച ഉടനെ ഉറക്കിലേക്ക് പോയാൽ അയാൾ രോഗിയായി തീരും. ചില ആളുകളൊക്കെ രോഗം ഇങ്ങനെ എപ്പോഴും നിലനിൽക്കുന്നുണ്ടാ. മൂപ്പറ ഡയലോഗ്, ഉച്ചക്ക് ചോറ് വെച്ചിട്ട് ലേശം ഉറങ്ങിയില്ലെങ്കിൽ എനിക്ക് തലക്കൊരു കനാന്ന്. ആ കനം ചെയ്ത്താനിരുന്ന കന മനസ്സിലായിട്ടില്ല. ചില വമ്മമാര് പറയുന്ന വർത്താനം, ഉച്ചക്ക് ഊണ് കഴിച്ചവർക്ക് ലേശം കണ്ണിയുമണോ, എനിക്ക് വേഗം നല്ലോണം കണ്ണിയുമ. നാട്ടുകാർ വേഗം ജീവിത്തരും. പകല് ഉറങ്ങാൻ പറ്റുന്ന സമയം എപ്പോഴാണ്? ളുഹർ ബാങ്കിന്റെ മുമ്പാണ്. അത് തന്നെ ആർക്കാ അനുവദിക്കപ്പെട്ടത്? കൈലൂലത്തിന്റെ ഉറക്കം എന്ന് പറഞ്ഞിട്ട് ആർക്കാ അനുവദിക്കപ്പെട്ടത്? തഹജ്ജുദിൽ ഉണർന്ന മഹാന്മാർക്കാണ്, ഭാഗ്യവാന്മാർക്കാണ്. ഇച്ചങ്ങായി ഉച്ചക്ക് ചോറ് കഴിച്ച പേരും പറഞ്ഞ് കടത്തുറക്കുന്നുണ്ട്. എന്നിട്ട് സൂക്കേട് മാറുന്നില്ല, എന്താ ചെയ്യേണ്ടത്? എങ്ങനെയാ മാറില്ല? സൂക്കേട് മാറാതിരിക്കണം. മരുന്ന് എപ്പം കുത്തിവെക്കല്ലേ? പ്രമേഹം എന്തായാലും മാറൂല. പകലുറങ്ങുന്നവന്റെ പ്രമേഹം ഒരു നിലക്കും മാറൂല. പകലുറങ്ങുന്നവരുടെ പ്രമേഹം മാറൂല. അയാൾ അത് ആഗ്രഹിക്കേ വേണ്ട. മാത്രമല്ല, ഒരു 10-20 രോഗം മൂപ്പറ ബേക്കിൽ ഇങ്ങനെ നബിദിനത്തിന് ഘോഷയാത്ര പിള്ളേർ പോകുന്നവരിങ്ങനെ ബേക്കിൽ വരികയും, കണ്ണിന് കാഴ്ച കുറയുക, കാലിന്റെ തടിഭാഗത്തേക്കുള്ള രക്തത്തിന്റെ കുറവ്, രക്തത്തിന്റെ സർക്കുലേഷൻ കുറയുക, അങ്ങനെ ഒരു 10-20ഓളം ദുരിതങ്ങൾ വന്നിട്ട് ഈ മനുഷ്യനാകെ ജീവിതത്തിൽ ഇടങ്ങാറാവും. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ശ്രദ്ധിച്ചോളി. കാര്യങ്ങൾ കേട്ടിട്ട് മാത്രം കാര്യമില്ല. തൗഫീഖ് അള്ളാഹു തരട്ടെ. അള്ളാഹു തൗഫീഖ് തരട്ടെ. അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ഉറങ്ങേണ്ട സമയം രാത്രി, ജോലി ചെയ്യേണ്ട സമയം പകല്, ഇതൊക്കെ മനസ്സിലാക്കണം. ഇനി രാത്രി ഹൈറായ കാര്യങ്ങൾക്ക് വേണ്ടി ഒരാൾക്ക് ഉറക്കൊഴിച്ചു, ഹൈറായ ഇൽമു പഠിക്കുക, ദിക്റിന്റെ മജ്ലിസിൽ ഒരുമിച്ചൂടുക പോലത്തെ ഹൈറായ കാര്യങ്ങൾക്ക് വേണ്ടി ഒരാൾ ഉറക്കൊഴിച്ചാൽ പകൽ ഉറങ്ങാം. സൂര്യോദയം കഴിഞ്ഞ് ളുഹാന്റെയും മറ്റൊക്കെ സമയം കഴിഞ്ഞ് ളുഹറിന്റെ തൊട്ട് മുമ്പ് ഒരല്പം ഉറങ്ങാം, ക്ഷീണം മാറ്റാൻ. അത് ഹൈറായ കാര്യത്തിന് അത് പ്രത്യേകം സൂക്ഷിക്കണം. കല്യാണത്തിന്റെ തലേന്ന് ഉറക്കൊഴിഞ്ഞാലല്ല, അങ്ങനെ ഒരു ഉറക്കൊഴിയലും ദീന്റെ അടിയില്ല. കല്യാണത്തിന്റെ തലേന്ന് ഉറക്കൊഴിയൽ, മൈലാഞ്ചിന്റെ ഉറക്കൊഴിയൽ, മനസ്സിലായില്ലേ? അപ്പൊ ആ കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അസ്റിന് ശേഷം പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പൊ രാവിലെ ഭക്ഷണം കഴിക്കുക, രാത്രി ഭക്ഷണം കഴിക്കുക. രാത്രി ഭക്ഷണം ഉപേക്ഷിക്കരുതെന്ന് പ്രത്യേക റസൂൽ പറഞ്ഞു. രാത്രി ഭക്ഷണത്തെ നിങ്ങൾ ഉപേക്ഷിക്കരുതെന്ന് മുഹമ്മദ് റസൂൽ. അത് നിങ്ങളിലേക്ക് വാർദ്ധക്യത്തെ വലിച്ചു കൊണ്ടുവരും. രാത്രി ഭക്ഷണത്തെ ഉപേക്ഷിക്കുന്നത് വാർദ്ധക്യത്തെ നിങ്ങളിലേക്ക് വലിച്ചുകൊണ്ടുവരും. നിങ്ങൾ ചെറിയ പ്രായമാണ്, വയസ്സന്മാരെ സ്വഭാവം വരും, ശരീരത്തിന്റെ ശക്തി ഇല്ലാണ്ടാവും.
അപ്പൊ രാത്രി ഭക്ഷണം ഉപേക്ഷിക്കാൻ പാടില്ല. ചില സ്ത്രീകൾക്കിടയിൽ അങ്ങനെ ചില തെറ്റായ വിശ്വാസമുണ്ട്. തടി കൂടുന്നു എന്ന് പേടിച്ച് രാത്രി ഭക്ഷണം കഴിക്കൂല. തടി കൂടുന്നു എന്നതാണ് അവര് പറയുന്ന ന്യായം. എന്നിട്ട് പകല് നല്ലോണം വെച്ച് വാട്ടുകയും ചെയ്യും. അതിന് വലിയ അളവൊന്നും ഉണ്ടാവില്ല. അതിന് വലിയ അളവുണ്ടോ? ഇല്ല. രാത്രി ഭക്ഷണം ഉപേക്ഷിക്കരുത്, പ്രഭാത ഭക്ഷണവും ഉപേക്ഷിക്കരുത്. ഇത് രണ്ടും വലിയ അപകടമാണ്. ആ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ധാന്യങ്ങൾ കഴിക്കുമ്പോൾ തവിട് കളയാത്ത ധാന്യങ്ങൾ പറ്റുമെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുക. പറ്റാത്തവരോട് നമുക്കിത് പറയാമെന്നല്ലാതെ മൈദ പരമാവധി ഭക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കി. കേരളത്തിൽ പ്രമേഹത്തെ വർദ്ധിപ്പിച്ചത്, ഗൾഫുകാരെ രോഗികളാക്കിയത് മൈദയുടെ ഫുഡാണ്. ഗൾഫുകാരനെ രോഗിയാക്കിയത് കുബൂസാണ്. ഓൻ അവസാനം ഒരു ബുദ്ധൂസ് വരുന്നവർ വരുന്നാന്നില്ലേ എല്ലാം മതിയാക്കിയിട്ട്. എന്താ കാര്യം? രാത്രി ജോലിയെല്ലാം കഴിഞ്ഞ് കുടുംബക്കാർ എപ്പോഴും നെയ്ച്ചോറ് ഇറച്ചിക്കറിയും അല്ലേ, പിള്ളേർ ബിസ്ക്കറ്റ്. എന്താണ് ഗൾഫുകാരന്റെ ഇവിടുത്തെ ജീവിതം? കുടുംബത്തിന്റെ അവനോ അവിടുത്തെ ജീവിതം എന്താണ്? പാവം. ഇങ്ങനെ അട്ടിക്കട്ടില് ഒരുത്ത തായാലും ഒരുത്ത മുകളിൽ. തായാലുള്ള നാടെല്ലാം സ്വപ്നം കണ്ടിട്ട് ഇങ്ങനെ എണീച്ചു പോയാൽ തല മുകളിൽ കുത്തിയിട്ട് സിക്കുകാരന്റെ മുഴ തലക്ക്. അമ്മാതിരി കട്ടുമല ഇവൻ കിടക്കണ് ഗൾഫില്. രാവിലെ ചായ ഉണ്ടോ? രാവിലെ ചായ ഒന്നുമില്ല. എണീച്ചോള പല്ലേച്ചോള പണിക്കുവന്ന വഴിക്കുന്ന് അസീറും സാൻഡ്വിച്ചും കിട്ടി. നാട്ടിൽ വന്ന പോലെ ഷെയ്ഖ് റാഷിദിന്റെ പുതിയാപ്പിള്ള കളിയാ കളിക്കുക. ക്ലീൻ ഷേവെല്ലാക്കി കാറ് വാടകയൊക്കെ എടുത്തിട്ട് നാട്ടിൽ വന്ന ഇവന്റെ കളി കണ്ടില്ലേ? സാരമില്ല, അപ്പം കളിക്കട്ടോ, എനിക്കൊരു സന്തോഷം കിട്ടുന്ന കാര്യമില്ല, ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷെ അവന്റെ അവിടുത്തെ ജീവിതം വളരെ വിഷമാണ്. അത് ഇവിടുത്തെ കുടുംബക്കാർ മനസ്സിലാക്കണം, നാട്ടുകാർ മനസ്സിലാക്കണം. വലിയ വിഷമാ. 98% ആളുകളും ചെറിയ ജോലി ചെയ്ത് വക്കാലകളിൽ, ഗ്രോസറികളിൽ വളരെ പ്രയാസം. പെരുന്നാളിന് വരെ ലീവില്ല പാവങ്ങൾക്ക്. പെരുന്നാളിന് ലീവില്ലാത്ത ദുനിയാവിൽ ആരെങ്കിലും. എന്നിട്ട് ഇവിടുന്ന് സ്കൂൾ 2 ദിവസം പൂട്ടിയില്ലെങ്കിലും ഫേസ്ബുക്കിൽ എഴുത്ത്. ഓണത്തിന് കുറെ ലീവ്, ക്രിസ്മസിന് കുറെ ലീവ്, നമ്മളെ പെരുന്നാൾക്ക് മാത്രം 2 ലീവ്. ഗവൺമെന്റിന് ഒരു എഴുത്താ ചെറുപ്പക്കാരുടെ. എന്റെ അറബി നാട്ടിൽ എനിക്ക് ജോലിക്ക് ലീവ് ഉണ്ടാ? എന്റെ അറബി നാട്ടിൽ ഉണ്ടോ? എന്നിട്ട് സർക്കാർ പെരുന്നാൾക്ക് 2 ലീവ് ആസി കൊടുത്തില്ലെങ്കിൽ അതിന് ചീത്ത. ക്രിസ്മസിന് 10 ലീവ് കൊടുക്കണില്ലേ? ചോദ്യം. ക്രിസ്മസിന് 10 ലീവ് കൊടുക്കണില്ലേ? ഓണത്തിന് 10 ലീവ് കൊടുക്കണില്ലേ? കൊടുത്തോട്ടോ പെരുന്നാൾക്ക് ലീവ് വേണ്ടെന്ന നമ്മളെ അഭിപ്രായം. ഒന്നും വേണ്ട. കൂട്ടി പുതിയ കുപ്പായിട്ടാണ് സ്കൂളിൽ പോവാൻ. ഈ പുതിയ കുപ്പായം വാങ്ങാൻ വേണ്ടി പൈസ വന്നാൽ ഓനിക്ക് അന്നും പക്കാലെ പണിയാണ്. സൈക്കിളിലെ മുകളിൽ ഇങ്ങനെ ഓടുകയാണ് അവിടെ. അങ്ങനെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ നാട്ടിലേക്ക് വരുന്നുള്ള അള്ളാഹു അവർക്കൊക്കെ ആഫിയത്ത് പ്രദാനം ചെയ്യട്ടെ. ദീർഘായുസ് കൊടുക്കണേ തമ്പുരാന്. വലിയ പ്രയാസമാണ്. അവരെ കുടുംബക്കെ സമ്പത്ത് വളരെ, അവരെ മക്കളൊക്കെ വളരെ സൂക്ഷിച്ചു വേണം. ഉപ്പ ഗൾഫിലാണെങ്കിലും എങ്ങനെങ്കിലും ജോലി എന്താണെന്നറിയണം. എല്ലാവരും പാലസിൽ ജോലിയൊന്നും കിട്ടുന്ന ആണെന്നല്ലേ? എല്ലാവരും മറ്റേ യൂസുഫ് അലി ഒന്നല്ല, ഗഫാർ മുഹമ്മദ് അലി ഷെട്ടിയൊന്നല്ല. എല്ലാവരും പലരും സാധാ ഗ്രോസറിയിൽ, ബക്കാലയിൽ പണിയെടുത്ത് ഒഴിവുള്ള സമയത്ത് വേറെയും പണിയെടുക്കും. പാർക്കിലൊക്കെ പോയിട്ട് റീചാർജ് കൂപ്പൺ വിൽക്കുക. എന്താ മനസ്സിലാക്കിയത്? എന്നിട്ട് പള്ളിക്കാർ പിരിവ് ഓൻ്റെ അടുത്ത് പോവാ, മാഷിന്റെ അടുത്ത് പോകില്ല. സ്കൂളിൽ നിന്ന് ഓനിക്ക് ഓണത്തിന് ലീവിന് വരെ പൈസ ആയിരിക്കും സ്കൂളിലെ മാഷിന്. ഓൻ്റെ അടുത്ത് പിരിവിനൊന്നും വരിങ്ങനെ പോകില്ല. ഗൾഫുകാരൻ വന്ന ഓന്റെ പൈസ തീരുന്നതിന് മുമ്പ് പോണേ, ബന്ധപാട് റെസീറ്റ് അതിന് ക്ലിയർ ആയിട്ട് വലിയൊരു നീളമുള്ള റെസീറ്റ് ഓനിക്ക് കൊടുക്കാനുണ്ടാവും. നാട്ടുകാർക്ക് ചെറിയ റെസീറ്റാണ് കൊടുക്കുക.